മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ 9ാം ക്ലാസ്സുകാരി കൊല്ലപ്പെട്ട നിലയിൽ. കേസിൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലൈംഗിക അതിക്രമം നടത്തിയെന്നും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകി. ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം വാണിയമ്പലം തൊടികപ്പുലം റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത്. കൈകൾ വസ്ത്രം ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, കൊലപാതകത്തിൽ ഇനിയുള്ള നടപടികൾ? ജംഷീർ, കേൾക്കാമോ? ചോദിക്കൂ. എന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? എന്തൊക്കെയാണ്? ധന്യ, തീർച്ചയായിട്ടും ഇപ്പം ഡോഗ് സ്ക്വാഡ് സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ മൃതദേഹത്തിന് അരികിൽ നിന്ന് ഡോഗ് സ്ക്വാഡ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് പോലീസ് റെയിൽവേ ട്രാക്കിലേക്കാണ് പോയിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ അതായത് ഈ ആൺസുഹൃത്തിനെ കണ്ടെന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഭാഗത്തേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഡോഗ് സ്ക്വാഡ് പോലീസ് നായ വണം പിടിച്ച് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് ഡോഗ് സ്ക്വാഡ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടി ക്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ ആൺസുഹൃത്ത് തനിച്ചാണോ ഈ കൊലപാതകം നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു അന്വേഷണം ആരുടെയും സഹായം വെച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ ആൺസുഹൃത്ത് നൽകിയ മൊഴി പ്രകാരം തനിച്ചാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. അതായത് ലൈംഗികാതിക്രമം നടത്തുന്നതിനിടയിൽ കൊലപാതകം നടത്തി എന്നുള്ള ഒരു മൊഴിയാണ് ഈ ആൺസുഹൃത്ത് പോലീസിന് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഒക്കെ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകാനുള്ള ഒരു സമയമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടുന്ന് മാറ്റാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ആൺസുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായി വരും എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ഘട്ടത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്, മറ്റവരുടെയും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ് ഈ പെൺകുട്ടി. അമ്മയ്ക്കൊപ്പം സഹോദരിക്കൊപ്പം സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു. അതിനുശേഷം സ്കൂളിൽ നിന്നാണ് പിന്നീട് ഈ കുട്ടി ഈ ആൺസുഹൃത്തിന്റെ കൂടെ ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വൈകുന്നേരത്തോടു കൂടി ഇവിടെ നിന്ന്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മൃതദേഹം കണ്ടെന്ന് പറയുന്നതിന്റെ 100 മീറ്റർ അപ്പുറത്ത് നിന്ന് ഈ പെൺകുട്ടി ഒരു ഫോണിൽ നിന്ന് അമ്മയെ വിളിച്ചിരുന്നു. താൻ എത്താൻ വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു. ആ ഫോൺ കോളാണ് നിർണായകമായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഫോൺ കോളും അതോടൊപ്പം തന്നെ ഈ ആൺസുഹൃത്ത് ഇന്നലെ രാത്രിയോട് കൂടി ഏതാണ്ട് 9 മണിയോട് കൂടി ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഒരു വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയും ആ വീട്ടിൽ നിന്ന് ഈ ആൺസുഹൃത്തിന്റെ അച്ഛനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോൺ കോൾ കൂടി ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ അന്വേഷണം നടത്തിയത്. കാരണം ഇന്നലെ 8 മണിക്ക് തൊടികപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഈ ആൺസുഹൃത്ത് എത്തിയിരുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെയാണ് പോലീസ് ഈ പെൺകുട്ടി അന്വേഷിച്ചും മറ്റും ആ ഭാഗത്ത് വരുന്നത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ ഈ ആൺസുഹൃത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് സമീപത്ത് വീട്ടിലേക്ക് വരുന്നതും അവിടെ നിന്ന് വെള്ളം ചോദിച്ച് കുടിക്കുകയും അതോടൊപ്പം തന്നെ ആ വീട്ടിൽ നിന്നുള്ളവരുടെ ഫോൺ വാങ്ങിക്കൊണ്ട് അച്ഛനെ വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആൺസുഹൃത്തിലേക്ക് കൃത്യമായി പോലീസിന് എത്താൻ കഴിഞ്ഞിരുന്നു. ഇന്നലെ തന്നെ ആളുകൾ കണ്ട വിവരമൊക്കെ ആളുകൾ പോലീസിന് കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ന്
ഇന്നലെ രാത്രിയോട് തന്നെ ഈ ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള മറുപടികളായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പോലീസ് ഇന്ന് രാവിലെയോട് കൂടി ഏതാണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതോടെയാണ് ഇതിന്റെ ചുരുളഴിയുന്നതും. പിന്നീട് ഈ ആൺസുഹൃത്താണ് ഈ സ്ഥലം വരെ താങ്കൾ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു, ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ പുള്ളിപ്പാടം റെയിൽവേ ട്രാക്ക് സമീപം വരെ താൻ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നതിന് ശേഷം പിന്നെ ആ കുട്ടിയെ കാണാതെയാവുകയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു മൊഴി നൽകുന്നത്. പിന്നീടാണ് പോലീസ് ഈ ഭാഗത്ത് കൃത്യമായ അന്വേഷണം നടത്തുന്നത്. അങ്ങനെയാണ് മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മൃതദേഹത്തിന് അരികിൽ ഈ പെൺകുട്ടിയുടെ ബാഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല പെൺകുട്ടിയുടെ കൈ മുന്നിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു, വസ്ത്രം കൊണ്ട് തന്നെ കെട്ടിയ നിലയിൽ ആയിരുന്നു മൃതദേഹം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ തന്നെ പോലീസിന് കൃത്യമായി വിവരം ഇത് കൊലപാതകമാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഉണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ഈ സുഹൃത്ത് കൊലപാതകമാണ് അല്ലെങ്കിൽ താൻ കൊലപാതകം ചെയ്തു, ലൈംഗിക അതിക്രമത്തിനിടെയാണ് കൊലപാതകം ഉണ്ടായത് എന്നുള്ള മൊഴി നൽകുകയും താൻ കൊലപാതകം ചെയ്തു എന്ന തരത്തിൽ കൃത്യമായി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് കൊലപാതകം നടന്നതിനെ സംബന്ധിച്ച് ഉറപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കൊലപാതകത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരുടെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചും ഒക്കെ ഒരു മോട്ടീവ് എന്താണ് എന്നതുൾപ്പെടെയുള്ള, പിന്നെ ഈ പ്രതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ജംഷീർ? ധന്യ, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ ചിലർ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഈ ആൺസുഹൃത്ത് ചില മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളൊരു ആരോപണം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണോ ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് പോയത് എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ ഒരു ആരോപണം നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ യുവാവ് അല്ലെങ്കിൽ ഈ ആൺസുഹൃത്ത് നൽകിയ മൊഴി പ്രകാരം ലൈംഗിക അതിക്രമം നടത്തുന്നതിനിടെ കൊലപാതകം സംഭവിച്ചു പോയി എന്നുള്ള തരത്തിലാണ് മൊഴി നൽകുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു കൃത്യമായ വിവരം വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. ഏതായാലും നിലവിൽ ഈ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ ഈ ആൺസുഹൃത്ത് കഴിഞ്ഞ കുറെ അധികം നാളുകളായി സ്കൂളിലേക്ക് വരാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അവരുടെ അധ്യാപകരുമായി സംസാരിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്നലെ യൂണിഫോമിലല്ലാതെ സ്കൂളിലേക്ക് വരികയും ഈ പെൺകുട്ടിയുമായി അവിടെ നിന്ന് പോവുകയുമാണ് ഉണ്ടായത് എന്നുള്ള വിവരം കൂടി ഈ അധ്യാപകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ നിലവിൽ അത്തരത്തിലുള്ള ഒരു ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം, പക്ഷേ കുടുംബം, ഈ പെൺകുട്ടിയുടെ കുടുംബം അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്.